നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെയിൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധം പുകയുന്നു. വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും തൊടുപുഴയിൽ പ്രകടനം നടത്തി. പത്ത് ദിവസം നീണ്ടുനിന്ന കാർഷിക മാമാങ്കത്തിന് ശനിയാഴ്ച സമാപനമാകും. സമാപന സമ്മേളനത്തിൽ വെച്ച് മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് മന്ത്രി KM മാണി സമ്മാനിക്കും. വഴിത്തല ശാന്തിഗിരി റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മരുന്നുകളുടെ വിതരണാവകാശം പ്രൈവറ്റ് കമ്പനികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് DYFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വെള്ളിയാമറ്റം സെന്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആരംഭിച്ചു. വികാരി ഫാദർ തോമസ് പുല്ലാട്ട് കൊടിയേറ്റി. പുളിമൂട്ടിൽ സെയിൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. പാചകവാതക വിലവർദ്ധനയിൽ പ്രതിഷേധം ശക്തമാകും. വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി സപ്ലൈ ഓഫീസ് മാർച്ച് നടത്തി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് MK ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ഒരു ദിവസത്തിന് ശേഷം 230 രൂപയോളം ഒരു കുറ്റി ഗ്യാസിന്റെ വില കൂട്ടിയതായിട്ട് നമ്മുടെ ഈ ഇന്ത്യയിലുള്ള എല്ലാ ചാനലുകളും നമ്മുടെ കേരളത്തിലുള്ള പത്രങ്ങളും എല്ലാം പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉള്ളുകള്ളികൾ? ഇത് നാം ആലോചിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 28 പ്രാവശ്യമാണ് പെട്രോൾ വില കൂട്ടിയിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നു, ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ അരാജകത്വങ്ങളും അക്രമങ്ങളും വിലക്കയറ്റങ്ങളും എല്ലാം കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്ത് നടപ്പാക്കുന്നതാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 1, 1.5, 2 മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കെ സാധനങ്ങൾക്ക് സാധാരണ രാഷ്ട്രീയ ഗൂഢാലോചന വെച്ചുകൊണ്ട് വില കുറയേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വില വർദ്ധിച്ചു പോയത്? അതും ഒരു നിസ്സാര വിലയല്ല. ഒരു കുറ്റി ഗ്യാസിന്റെ പുറത്ത് 230 രൂപ എന്നാണ് പത്രങ്ങളും TV ചാനലുകളും നമ്മളെ അറിയിച്ചിരിക്കുന്നത് കൂടിയതായി. മണ്ഡലം പ്രസിഡന്റ് സുബൈർ ഹമീദ്, ജില്ലാ സെക്രട്ടറി സജി നെല്ലാനിക്കാട്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് അംബിക സതീഷ്, ഷിബു പുത്തുരാൻ, KM മൈദീൻ, M അയ്യപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. LPG വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് NGO യൂണിയന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം TM ഹാജര ഉദ്ഘാടനം ചെയ്തു. KN ചന്ദ്രബാബു, നീന ഭാസ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് BJP നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. സന്തോഷ് അറക്കൽ, KS അജി, PR വിനോദ്, TN സുശീലൻ നായർ, B ബിജു, TS രാജൻ, PG രാജശേഖരൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പാചകവാതക സബ്സിഡി ആവശ്യമെങ്കിൽ ആധാറുമായി ലിങ്ക് ചെയ്യണമെന്നുള്ള ആ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുമാണ്
ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയുമായി സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളത്. അത്തരമുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഏതാനും നാളുകൾക്ക് മുമ്പ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ഈ രാജ്യത്തെ ജനങ്ങൾ കടുത്ത തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. ആ തിരിച്ചടിക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് കോൺഗ്രസ് സർക്കാർ ചെയ്യുന്ന പ്രതികാരമായി വേണം ഈ 250 രൂപ ഗ്യാസിന് വർദ്ധിപ്പിച്ച നടപടിയെ കാണേണ്ടത്. മുൻകാലങ്ങളിൽ 10 രൂപയും 20 രൂപയും വർദ്ധിപ്പിച്ചിരുന്ന കാലഘട്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റയടിക്ക് ഒരു കുറ്റി ഗ്യാസിന് 250 രൂപ വർദ്ധിപ്പിച്ചതിലൂടെ ഇന്ന് നമുക്ക് ഒരു കുറ്റി ഗ്യാസ് വാങ്ങണമെങ്കിൽ 1300 രൂപ. പാചകവാതക വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് CPI നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. പ്രകടനം ടൗൺ ചുറ്റി മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. താലൂക്ക് സെക്രട്ടറി PP ജോയ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഭരണാധികാരികൾ ഇന്നലെ ഒരു കുറ്റി ഗ്യാസിന് 230 രൂപ എന്ന നിലയിൽ വർദ്ധിപ്പിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്ത് UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി തവണ പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചു, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചു, അതുപോലെ മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള ഡീസൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില ഓരോ മാസത്തിൽ 2-3 തവണ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ കുത്തക എണ്ണ കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കാൽക്കീഴിൽ കൂട്ടിയിടുന്ന സമീപനമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നു ഓയിൽ പൂളിൽ കമ്മിയുണ്ട് എന്നാണ് പറയുന്ന ന്യായം. ഓയിൽ പൂളിൽ കമ്മി വരുമ്പോൾ ആ കമ്മി നികത്താൻ വേണ്ടി കുത്തക മുതലാളിമാർക്ക് ഇഷ്ടാനുസരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിൻ്റെയും വില വർദ്ധിപ്പിക്കാനുള്ള കുത്തക അവകാശം ഈ ഗവൺമെന്റ് ഈ കുത്തക കമ്പനികൾക്ക് കൊടുത്തിരിക്കുന്നു. PK സോമൻ, KK രാജൻ, PK പുരുഷോത്തമൻ നായർ, AM മത്തായി, R തുളസീധരൻ, മോളി രാജു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പാചകവാതക വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച തൊടുപുഴ മേഖലയിലെയും ഹോട്ടലുകൾ അടച്ചിട്ടു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു പണിമുടക്ക്. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം അനിശ്ചിതകാലത്തേക്ക് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു. സമരം ജില്ലയിൽ പൂർണ്ണമായിരുന്നെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ പാചകവാതകത്തിന് വർദ്ധിപ്പിച്ച വില ചെറുകിട ഹോട്ടലുകൾക്ക് ദിവസം ചുരുങ്ങിയത് 1200 രൂപയ്ക്ക് മേലോട്ട് അധിക ചിലവായി വരുമെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു. NCP ഇടുക്കി പാർലമെന്റ് ഇലക്ഷൻ കൺവെൻഷൻ ജനുവരി 5-ന് 2 മണിക്ക് മൂവാറ്റുപുഴ നാസ് ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് മാണി കുരുവിള വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ മൂവാറ്റുപുഴയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരം മാസ്റ്ററാണ്. ഒഴൂർ വിജയൻ മുഖ്യ സന്ദേശം നൽകുന്നുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK മുരളീധരൻ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് K രാജഗോപാൽ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ അസീസ് എന്നിവരാണ് പ്രസംഗിക്കുന്നത്. പിന്നെ അനിലുണ്ട്, തോമസ് സാറുണ്ട്, അവരെല്ലാവരും അതിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. മുഖ്യമായും ഇന്നത്തെ ഈ കാര്യങ്ങളിൽ ഈ പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ മൂവാറ്റുപുഴയും കോതമംഗലവും കൂടെ ഉൾപ്പെട്ട് വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടികൾ ഇടുക്കി മാത്രം കേന്ദ്രീകരിച്ച് വരുന്ന ഒരു ഭാഗത്ത് ആരും അറിയാതെ നടത്തുന്ന, മൂവാറ്റുപുഴയും അറിയാതെ പോകുന്ന ഒരു സംഭവം ഉണ്ടാകാതിരിക്കുന്നതിന് നിങ്ങൾ സഹായിക്കണം. സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരം മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. NCP സംസ്ഥാന ജില്ലാ നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം AP തോമസ്, പാർലമെന്റ് ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ അനിൽ കൂവപ്ലാക്കൽ, ട്രഷറർ അബ്ദുൾ റഹ്മാൻ, ജോയിന്റ് കൺവീനർ ഹരികുമാർ തോപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. 10 ദിവസമായി തൊടുപുഴയിൽ നടന്നുവന്ന സംസ്ഥാന കാർഷിക മേള ശനിയാഴ്ച സമാപിക്കും. സമാപന സമ്മേളനത്തിൽ മികച്ച കർഷകർക്കുള്ള സംസ്ഥാന അവാർഡുകൾ മന്ത്രി KM മാണി വിതരണം ചെയ്യും. കാർഷിക മേളയോടനുബന്ധിച്ച് വ്യാഴാഴ്ച നടന്ന ക്ഷീര കർഷക സമ്മേളനം കേരള ഫീഡ്സ് ചെയർമാൻ PC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം, അതിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു ഭാവവും അതിൻ്റെ ഒരു സാഹചര്യങ്ങളുമൊക്കെ നമുക്കറിയാം. എന്നാൽ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ
അത് രാജിവെച്ചിട്ട് ഒരു ഫാം നടത്തുന്ന സഹോദരനെ എനിക്ക് പരിചയമുണ്ട്. വെളുപ്പിന് 4 മണിക്ക് ഉണർന്നാൽ 4 മണി കഴിയുമ്പോഴേക്കും തൊഴുത്തിൽ പ്രവേശിച്ചാൽ ഇടസമയങ്ങളിലൊക്കെ തൊഴുത്തിൽ നിന്ന് പുറത്തു പോകാറുണ്ടെങ്കിലും രാത്രി 11 മണിയാകുമ്പോഴാണ് അവസാനമായി തൊഴുത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വരുന്നത്. എത്ര പണം കിട്ടിയാലും സാധാരണ ചെറുപ്പക്കാരൊന്നും ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയല്ല ഈ ഫാം. മുൻ എം പി കെ ഫ്രാൻസിസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കേരള ഫീഡ്സ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനി എസ് ദാസ്, മൃഗസംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ പോൾ ടി കുന്നത്ത്, മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ ഓഫീസർ ഡോക്ടർ കെ ജെ മറിയമ്മ, പോൾ കുഴിപ്പള്ളിൽ, എം എൻ ബാബു, എം എസ് മുഹമ്മദ്, ടോമി കാവാലം, ജിമ്മി മറ്റത്തിപ്പാറ, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ബേബി എന്നിവർ പ്രസംഗിച്ചു. കാർഷിക മേളയോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് നാദലഹരിയും സിനിമാറ്റിക് ഡാൻസും നടന്നു. കലാപരിപാടികൾ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. വകുപ്പ് മന്ത്രിയുമായ PJ ജോസഫ് നേതൃത്വം നൽകുന്ന കാർഷിക മേള 2 വ്യാഴക്കാലം പിന്നിട്ടിരിക്കുകയാണ്. ഇതൊരു മഹാസംഭവമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തുല്യതയില്ലാത്ത ഒരു സംഭവമാണ്. രാജ്യത്ത് തന്നെ ഒരു പുതിയ സംഘടനയാണ്. അപ്പോൾ അതിലേക്ക് വരാനും നിങ്ങളെല്ലാം കാണാനും സാധിച്ചത് വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല അത് ക്ഷണിച്ച ബഹുമാന്യനായ ശ്രീ PJ ജോസഫിനോട് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹം അൽഫോൻസ് ജോസഫ് നയിച്ച നാദലഹരിയിൽ മായ, മൃദുല, ഐഡിയ സ്റ്റാർ സിംഗർ ജോബ്, വിഷ്ണു തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. തുടർന്ന് കൊച്ചിൻ രാജേഷും സംഘവും അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസും അരങ്ങേറി. സംസ്ഥാന കാർഷിക മേളയോടനുബന്ധിച്ച് ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന A4 ആർട്ടിന്റെ സ്റ്റാൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. എല്ലാവർക്കും വെബ്സൈറ്റ് നൽകുക എന്ന നൂതന ആശയവുമായി കോംസിസ് അഡ്വർടൈസിംഗ് ആൻഡ് ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡാണ് A4 ആർട്ടിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. മേള തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 10,000-കണക്കിന് ജനങ്ങളാണ് A4 ആർട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് സ്ഥാപന അധികൃതർ പറഞ്ഞു. എല്ലാവർക്കും വെബ്സൈറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞങ്ങൾ തുടങ്ങിയൊരു കമ്പനിയാണിത്. A4 ആർട്ട് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ 6 വർഷത്തോളം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്കൊരു ഒരു വർഷം 2 ലക്ഷം വെബ് ഹിറ്റിംഗ് ഉള്ളൊരു കമ്പനിയാണിത്. ഒരു വെബ്സൈറ്റാണ്. ഇതെല്ലാവർക്കും വെബ്സൈറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തുടങ്ങിയതുകൊണ്ട് ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പുതിയ ഓഫർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 10 രൂപ തന്ന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഒരു ഫ്രീ വെബ്സൈറ്റും അതോടൊപ്പം എല്ലാ ദിവസവും ഒരു 16,000 രൂപയുടെ വെബ്സൈറ്റ് വിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. 1 രൂപയ്ക്ക് വെബ്സൈറ്റ് എന്ന നൂതന ആശയവുമായാണ് A4 ആർട്ട് രംഗത്തെത്തിയത്. എന്നാൽ നിയന്ത്രിക്കാനാവാത്ത വിധത്തിലുള്ള ജനത്തിരക്ക് മൂലം 1 രൂപ എന്നത് 10 രൂപയിലേക്ക് ഉയർത്തേണ്ടതായി വന്നു. രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും 2 പേജ് അടങ്ങുന്ന ഓരോ വെബ്സൈറ്റ് A4 ആർട്ടിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു.